നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഫസ്റ്റ് ഊബർ ബുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്ന് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഞാൻ ഊബർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ജയനഗർ പോകണം. ഇതിൻ്റെ നിയർ ബൈ മെട്രോ സ്റ്റേഷൻ കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ എപ്പോൾ എവിടെ പോയാലും ഞാൻ ആവശ്യമില്ലാണ്ട് ഊബർ എടുത്ത് ഞാൻ നേരെ ജയനഗർ പോവും. എന്നിട്ട് അവിടെ നിന്നാണ് എൻ്റെ ബാക്കി യാത്ര. എൻ്റെ സൗണ്ടെല്ലാം ഇതിൽ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് സൗണ്ടിൽ ഞാൻ പറയുന്നുണ്ട്. നോക്കാം. ഇനി ഇവിടുന്ന് ജയനഗർ പോയി അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകും. ഇന്നിപ്പം ഈവനിങ് വരെ എനിക്ക് സമയമുണ്ട്. അപ്പോൾ ഈ ഈവനിങ്ങിനുള്ളിൽ പറ്റുന്ന സ്ഥലമെല്ലാം ഞാൻ പോകും. എന്തെങ്കിലുമെല്ലാം വാങ്ങിക്കും, എന്തെങ്കിലുമെല്ലാം കാണും. ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ കാണിക്കാം. ഓക്കെ, സി യു. അപ്പം നമുക്ക് ഊബർ കിട്ടി. എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. ബട്ട് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇതെൻ്റെ ഹോസ്റ്റലിന് മുന്നിലത്തെ ഒരു കോലം വരച്ചതാണ്. ഇപ്പം ഞാനിനി കാണിക്കാൻ പോകുന്നതില്ലേ, ഞാൻ പണ്ട് ഇവിടെ താമസിച്ച സമയത്ത് 2 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ച റോസാ ചെടിയായത്. ഇതിപ്പോൾ എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. അന്ന് എനിക്കിത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഞാൻ അവിടെ തന്നെ വെച്ചത്. അവരോട് ഞാനിത് നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവരതിനെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് ഇപ്പം അത് എൻ്റെ അത്ര ഹൈറ്റ് വെച്ച് നല്ല രസം. ഇങ്ങനെ എപ്പോഴും പൂത്ത് നിൽക്കുന്ന കാണാം. ഞാൻ ചെല്ലുമ്പം നിറയെ ഫ്ലവേഴ്സും ഉണ്ടാവും. ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഉള്ള ഫോട്ടോ ഞാൻ അന്നേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ പിറകിൽ ആഡ് ചെയ്യാം. ഇപ്പം ഈ കാണുന്ന ഈ കുഞ്ഞു ചെടിയായിരുന്നു അത്. അന്നേ നിറയെ റോസാപ്പൂക്കൾ ഇതിൻ്റെ മേലെ ഉണ്ടാവും. ഇടയ്ക്ക് ഞാൻ ഓരോന്നൊക്കെ പറിച്ച് റൂമിൽ കൊണ്ട് വെക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് വരുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ. എനിക്ക് പോകാനുള്ള ഊബർ ഇതാ വരുന്നുണ്ട്. നമുക്കിതിൽ പോവാം. അങ്ങനെ ഞാൻ ഊബർ ഓട്ടോയിലേക്ക് കയറി. ഇനി ഇവിടുന്ന് എനിക്ക് ജയനഗർ മെട്രോ സ്റ്റേഷനിലെത്തണം. അപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോവാണ്. ഈ പോകുന്ന വഴിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ ഫ്ലവേഴ്സ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയേൻ്റെ കുറേ ഭാഗങ്ങളിൽ, ബാംഗ്ലൂരിൻ്റെ ഒരുപാട് സൈഡിലുണ്ടാവും, ഈ ഒരു ഏരിയയിൽ ഞാൻ എപ്പോഴും കാണും ഇങ്ങനെ ഫ്ലവേഴ്സ് നിറയെ ബൾക്കായിട്ട് ബൊക്കെയൊക്കെ പോലെ വെച്ചിരിക്കുന്നത്. എപ്പോൾ ഞാൻ ഓർക്കും പോയി വാങ്ങിക്കണം, വാങ്ങിച്ചിട്ട് ഇത് ആർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിക്കാനൊന്നും നിൽക്കാറില്ല. പക്ഷെ എനിക്കിത് കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ്. പോയി വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഇപ്പം ഞാൻ ചിക്കപ്പെറ്റിലെത്തി. ചിക്കപ്പെറ്റ് അങ്ങനെ എന്താ പറയും. അങ്ങനെ ഞാൻ ചിക്കപ്പെറ്റിലെത്തി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ നിറയെ ഷോപ്പിങ്ങിന് പറ്റിയ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കിയിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ക്രിസ്മസ് ആയത് കാരണം ക്രിസ്മസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചത് കാണാം. അതൊക്കെ ഇങ്ങനെ നോക്കി എന്നല്ലാതെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാനങ്ങനെ നടന്ന് KR മാർക്കറ്റിലെത്തി. ഇവിടെ എനിക്ക് കുറേ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ വിൽക്കാൻ വെച്ച വെറൈറ്റി വെജിറ്റബിൾസ് നമ്മളെ നാട്ടിൽ കാണാത്തതൊക്കെ അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞാനവിടെ സ്ട്രീറ്റിൽ കണ്ട കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സാരീസൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അധികം വീഡിയോസ് എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ജയനഗറിലേക്ക് വന്ന് അവിടെ നിന്നൊരു കോഫിയും കുടിച്ച് കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരണം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.